ഹലോ കൂട്ടുകാരെ, നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാലേ എൻ്റെ ബൈക്കിൻ്റെ സൈഡ് സ്റ്റാൻഡ് ഭയങ്കരമായിട്ട് ചെരിഞ്ഞിരിക്കുന്നത്, നീളം കുറവ്. അപ്പോൾ നമുക്ക് അതിലേക്ക് എങ്ങനെ ഒരു പീസ് വെച്ച് വെൽഡ് ചെയ്യാം ആണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. നമ്മൾ ബൈക്കിൻ്റെ സ്റ്റാൻഡ് ഊരിയെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അടിഭാഗത്ത് തേഞ്ഞേക്കാണ് കംപ്ലീറ്റ് കണ്ട. നമ്മൾ അതിലേക്ക് ഈ ഒരു പീസ് ഇങ്ങനെ വെച്ച് വെൽഡ് ചെയ്യാൻ പോവാം. അതിനു മുമ്പ് ഇതിൻ്റെ അടിഭാഗം ഒന്ന് പക്കയായിട്ട് ഗ്രൈൻഡ് ചെയ്ത് റെഡിയാക്കണം. ആദ്യം നമുക്ക് വേണ്ടത് ഇതേമാതിരത്തെ ഒരു സ്ക്വയർ പൈപ്പാണ് വേണ്ടത്. അതിൽ നിന്ന് നമ്മൾ ആ സ്റ്റാൻഡിന് വേണ്ട നീളത്തിനുള്ളത് പീസ് മുറിച്ചെടുക്കാം. നമ്മളിവിടെ പീസ് വെൽഡ് ചെയ്തു, ഗ്രൈൻഡ് ചെയ്ത് നല്ല ഫിനിഷിങ് ആക്കി, സ്പ്രിങ് ഇട്ടു, ടൈറ്റ് ചെയ്തു. ഇവിടെ ഒരു പീസ് നമ്മൾ വെൽഡ് ചെയ്ത് പിടിപ്പിച്ചു. കാരണം കാലുകൊണ്ട് അങ്ങനെ ചവിട്ടുമ്പോൾ നല്ല സ്മൂത്തായിട്ട് വരാൻ വേണ്ടിയിട്ട്, വലിയ ബുദ്ധിമുട്ടില്ലാണ്ട് സ്റ്റാൻഡ് ഇടാൻ വേണ്ടി നമ്മൾ ഇങ്ങനെ ഒരു പീസ് കൂടി പിടിപ്പിച്ചു. അത് കമ്പീര പീസ് കട്ട് ചെയ്ത് പിടിപ്പിച്ചു. ഇനി നമുക്ക് ഇതൊന്ന് പെയിൻറ്റ് ചെയ്തിടുക. അതൊന്ന് പെയിൻറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ സ്റ്റാൻഡ് ഫൈനൽ ലുക്ക് എന്നാണ് കേട്ടോ. അടിപൊളിയില്ലേ? അപ്പോൾ നമ്മുടെ സ്റ്റാൻഡിൻ്റെ പണി കഴിഞ്ഞിട്ടുണ്ട്. പെയിൻറ്റിങ് ഒക്കെ കഴിഞ്ഞു, ഉണങ്ങി തുടങ്ങിയിട്ടോ. ഉണങ്ങാൻ വെച്ചേക്കാം. നോക്കി, നല്ല അടിപൊളിയായില്ലേ? അപ്പോൾ ഇതെന്താ വെച്ചാൽ സ്റ്റാൻഡിന് 200-250 രൂപയാണ് പുതിയതിന് വില വരുന്നുള്ളൂ. എൻ്റെ കയ്യിൽ വെൽഡിങ് മെഷീൻ ഉള്ളത് കൊണ്ടാണ് ഞാനിത് ഇങ്ങനെ ചെയ്തത്. അപ്പോൾ പുതിയത് സാധാരണ മെഷീൻ ഇല്ലാത്ത ആൾക്കാർക്ക് ഇത് പറഞ്ഞാൽ മേടിച്ച് വെക്കുന്നതാട്ടല്ല സ്റ്റാൻഡ് പറഞ്ഞാൽ. എൻ്റെ വണ്ടി ടെസ്റ്റ് കഴിഞ്ഞൊരു 17 കൊല്ലത്തെ പഴക്കമുണ്ട്. അപ്പോൾ അതിനുള്ള സ്റ്റാൻഡിൻ്റെ തേയ്മാനം ആയതുകൊണ്ടാണ് എനിക്കിങ്ങനെ വെൽഡ് ചെയ്ത് പിടിപ്പിക്കേണ്ടി വന്നത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.